നമസ്കാരം, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. 2 റെസിപ്പികളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് പാൽപ്പേട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് പഞ്ചസാരയും 1 ഏലക്കയും നന്നായി പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് പാൽപ്പൊടി എടുക്കുക, അതിലേക്ക് 1/4 കപ്പ് പാൽ ചേർക്കുക. ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിന് അധികം ചേരുവകളൊന്നും ആവശ്യമില്ല, വളരെ ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യണം. പാൽ കുറേശ്ശെ ചേർത്ത് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പാത്രത്തിൻ്റെ ഇടയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് എളുപ്പം. ഇതുപോലെ കൈ എടുക്കാതെ ഇത് ഇളക്കി കൊടുക്കുക. പാൽ ഇതുപോലെ ഇളക്കി ഇത് കട്ടിയാക്കി എടുക്കണം. അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നന്നായി കട്ടിയായി വരുന്നുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. നല്ല സോഫ്റ്റായി തന്നെയാണ് നമ്മുടെ മാവിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച പൊടിയാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്വല്പം പാൽ കൂടി ചേർക്കണം. ഏകദേശം 1 സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തത്. പഞ്ചസാര മെൽറ്റാവും, അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടോ വീണ്ടും ഇത് ലൂസായിട്ടുണ്ട്. ഇത് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് വീണ്ടും ഇത് സോളിഡ് ഫോമിലേക്ക് ആയി വരണം. അതുവരെ നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ദീപാവലിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വളരെ ഈസിയായി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. കുറച്ച് പാൽപ്പൊടിയും അതുപോലെ തന്നെ പാലും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് പാൽപ്പേട വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ വളരെ ഈസിയായി ഉണ്ടാക്കുന്ന റവ ലഡുവിൻ്റെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഈസിയാണ് അത് ഉണ്ടാക്കുവാൻ. നിങ്ങൾക്ക് ദീപാവലിക്ക് ഉണ്ടാക്കാവുന്ന വളരെ ഈസിയായ കുറച്ച് വിഭവങ്ങളാണ് ഇവയൊക്കെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മിൽക്ക് പേടയുടെ മാവ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും കട്ടിയായി വരണം, അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. എല്ലാവർക്കും ഇഷ്ടമുള്ള പാൽപ്പേട എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഇതിങ്ങനെ ഇളക്കി കട്ടിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് കട്ടിയായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഏലക്കയുടെ ഫ്ലേവർ ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ആ രുചി വളരെയധികം ഇഷ്ടപ്പെടും. ഉരുട്ടിയെടുക്കാവുന്ന പാകത്തിലാവണം മാവ്. അതുവരെ നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് പെട്ടെന്ന് വാങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുക. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിരിക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. നമുക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. മാവ് കട്ടിയായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. മാവ് കുറച്ച് കട്ടിയാക്കി എടുക്കുവാൻ വേണ്ടിയാണ് പാൽപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ മാവ് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോളുകളാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പാൽപ്പേട ഉണ്ടാക്കിയെടുക്കാം. ഞാൻ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. 1 സ്പൂൺ കൊണ്ട് കുറേശ്ശെ എടുത്ത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് ഫിംഗർ വെച്ച് നടുക്ക് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽപ്പേട റെഡിയായിരിക്കുകയാണ്. നമുക്കിതിൻ്റെ നടുവിൽ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബദാമോ പിസ്തായോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് വെച്ച് കൊടുക്കാം. ഞാനിത് ചെറുതായി ഇതുപോലെ ബദാമും പിസ്തായും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പാൽപ്പേട വളരെ ഈസിയായി തന്നെ റെഡിയായിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കുന്നത് ഗുലാബ് ജാമുനാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 3/4 കപ്പ് പാൽപ്പൊടി, 2 ടേബിൾ സ്പൂൺ റവ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം പാലൊഴിച്ച് നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാം.
അരക്കപ്പ് പാലാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മുഴുവനും ഇതിലേക്ക് ചേർക്കുന്നില്ല, കുറേശ്ശെ ചേർത്ത് നമുക്ക് ഇളക്കി നോക്കാം. ഏകദേശം 1/4 കപ്പ് പാൽ മാത്രമാണ് ഞാൻ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 1 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് പാലാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇത് നന്നായി കൈകൊണ്ട് ഇതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. ഇതൊരു ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇങ്ങനെ ഇളക്കി നല്ല സോഫ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഗുലാബ് ജാമുന് ആവശ്യമായ പഞ്ചസാര പാനി കൂടി തയ്യാറാക്കാം. അതിനായി ഒരു കടായി അടുപ്പിൽ വെക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇടുക. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിനെ നമുക്ക് അലിയിച്ചെടുക്കാം. ഒരു നൂൽ പാകമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ചെറുതായി ഒരു കളർ മാറ്റം തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ അതിൽ ലയിച്ചിട്ടുണ്ട്. ഏലക്കയുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളർ മാറി തുടങ്ങി. ഇപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് കട്ടിയായി പോകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മാവിനെയും ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കാം. 1 കപ്പ് മാവിൽ നിന്ന് ഏകദേശം 6 ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുവാൻ പറ്റുന്നത്. ഒരു കടായി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ വറുത്തെടുക്കാം. നെയ്യിൽ വറുത്തെടുക്കുമ്പോൾ ഗുലാബ് ജാമുന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും. അങ്ങനെ നമ്മുടെ ബോളുകളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. കൂടുതൽ തീ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോവും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു വിള്ളലൊക്കെ വന്നിട്ടുണ്ട്, സാരമില്ല. പഞ്ചസാര പാനി നന്നായി അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊള്ളും. ഞാൻ 1 സ്പൂൺ നെയ്യാണ് മാവ് കുഴച്ചപ്പോൾ ചേർത്തത്. നിങ്ങൾക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടുതൽ ചേർത്താൽ നല്ല സോഫ്റ്റായി കിട്ടും. നേരം പഞ്ചസാര പാനിയിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ, നമ്മുടെ ഗുലാബ് ജാമുൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ 2 റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ.